മുട്ടയോ മൈദയോ പഞ്ചസാരയോ ഇല്ലാതെ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു കേക്ക് നോക്കിയാലോ? ഇതിനായിട്ട് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ചൂടായിട്ടുള്ള പാൽ ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് തിളച്ച പാൽ വേണമെന്നില്ല, പക്ഷേ അത്യാവശ്യം ചൂട് വേണം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ശർക്കര പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു ശർക്കര പൊടിച്ചത് പാലുമായിട്ട് ആദ്യം നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. അതുകൊണ്ടാണ് പാല് ചൂടായിട്ടുള്ളത് വേണമെന്ന് പറയുന്നത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പാല് ചൂടായിട്ടുള്ളത് എടുക്കണം എന്ന് പറയുന്നത് ഈ ഒരു ശർക്കര എളുപ്പത്തിൽ മെൽറ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ശർക്കര പാനിയാക്കിയിട്ടും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ പാലിൻ്റെ അളവ് അതിനനുസരിച്ച് കുറക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല പോലെ തന്നെ യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു നെയ്യ് വേണ്ടാന്നുണ്ടെങ്കിൽ ഇതിന് പകരം ബട്ടർ വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അരിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് അരിച്ച് യോജിപ്പിച്ച് കൊടുക്കാം. ആ ഒരു കൊക്കോ പൗഡറിലും ബേക്കിംഗ് സോഡയിലൊക്കെ കട്ടകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അരിച്ച് തന്നെ ചേർക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അതിനുശേഷം ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കട്ടിങ് ആൻഡ് ഫോൾഡിംഗ് മെത്തേഡിൽ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കൂട്ടൊരൽപ്പം കട്ടിയായിട്ട് തോന്നിയത് കൊണ്ട് തന്നെ 2 ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പാല് റൂം ടെമ്പറേച്ചറിലായിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ ഉപയോഗിക്കുന്ന ഗോതമ്പ് പൊടിയിലെ വ്യത്യാസമൊക്കെ അനുസരിച്ച് പാലിൻ്റെ അളവ് അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ ആവാനുള്ള സാധ്യതയുണ്ട്. നോക്കൂ, ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്കുള്ള കൂട്ടാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇതിന് ചുട്ടെടുക്കാൻ വേണ്ടി പോകുന്നത് ഉണ്ണിയപ്പ ചട്ടിയിലാണ്. അപ്പോൾ ഉണ്ണിയപ്പ ചട്ടിയിൽ ഞാനിവിടെ നന്നായിട്ടൊന്ന് നെയ്യ് തടവി എടുക്കുന്നുണ്ട്. ഒരുപാടൊന്നും വേണ്ട, ഒരല്പം നെയ്യൊന്ന് തടവി കൊടുക്കാം. ഓരോ കുഴിയിലേക്കുമായിട്ട് 1/4 ഭാഗത്തോളം കൂട്ടൊഴിച്ചു കൊടുക്കാം. 1/4 ഭാഗത്തോളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. അത് നന്നായിട്ട് പൊങ്ങിയൊക്കെ വരും. അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാം തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതെങ്ങനെയാണ് കുക്ക് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഒരു തവ താഴെ വയ്ക്കുക. തവ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. പഴയ തവ ഉപയോഗിച്ചാൽ മതി. തവ നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം ഈ ഒരു പാത്രം അതിൻ്റെ മുകളിലേക്ക് വെച്ച് അടച്ചു വെച്ച് കൊടുക്കാം. ഇതുപോലത്തെ ഹോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് നേരം ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു സമയമാകുമ്പോഴേക്കും ഇത് പാകത്തിന് റെഡിയായി കിട്ടും. നമുക്കിത് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പാകത്തിനാകുമ്പോൾ നമുക്കിത് മാറ്റിയെടുക്കാം. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ റെഡിയാക്കിയെടുക്കാം. വളരെ സിമ്പിളായിട്ടും അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടും തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്പോഞ്ചി ആയിട്ടുള്ള ചോക്ലേറ്റ് കേക്കാണ് ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. ചോക്ലേറ്റ് വേണ്ടാന്നുണ്ടെങ്കിൽ കൊക്കോ പൗഡർ ഒഴിവാക്കിയിട്ടും ഇത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ വേണ്ടി മറക്കരുത്.